ഉദാഹരണത്തിന് 60 അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരു മനുഷ്യൻ, വൃദ്ധനായ ഒരു മനുഷ്യൻ, അയാൾക്ക് റമദാൻ വന്നു. ആ റമദാനിൽ അയാൾക്ക് നോമ്പെടുക്കാൻ സാധ്യമല്ല. ഈ വാർദ്ധക്യൊട്ട് മാറൂല്ല. അയാൾ എന്ത് ചെയ്തു മതി? നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധവുമില്ല. മറിച്ച് അദ്ദേഹം ചെയ്യേണ്ടത് ഒരു നോമ്പിന് ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാ കൊടുക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു 3 രൂപത്തിലും സാധ്യമാണ്. ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് തന്നെ 30 ദിവസത്തെ നോമ്പ് കണക്കാക്കി 30 സാ ഒരാൾക്ക് കൊടുത്തു, അതും ജായിസാണ്. അതല്ല, ഈ 30 ദിവസത്തെ കൊടുക്കേണ്ട ഭക്ഷണം 5 ആൾക്ക് ഓഹരി വെച്ച് കൊടുത്തു, അതും ജായിസാണ്. അതല്ല, 30 ആൾക്ക് ഒരാൾക്ക് ഒരു ദിവസത്തെ കണക്ക് വെച്ച് കൊടുത്തു, അതും ജായിസാണ്. എങ്ങനെയും കൊടുക്കാം. കാരണം ഇവിടെ ശരീഅത്ത് തേടുന്നത് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ കൊടുക്കാം? എങ്ങനെയും കൊടുക്കാം, ഭക്ഷണം കൊടുത്താൽ മതി. മനസ്സിലാകുന്നുണ്ടാ? സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത്? അത് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതല്ല 30 വ്യക്തിക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇനി ഓരോ ദിവസം കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റ ദിവസം തന്നെ 30 ദിവസത്തെയും കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്? അത് ഫിഖിന്റെ കിതാബുകളിൽ കാണാം. ബുറാണെങ്കിൽ, ഗോതമ്പാണെങ്കിൽ 1 മുദ്, ഗോതമ്പല്ലാത്തതാണെങ്കിൽ നിസ്ഫ് സാ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ മസലകളൊക്കെ ക്രോഡീകരിച്ച് ഒരു റാജിഹായ, ദലീലിനോട് ഏറ്റവും അടുത്തതായ ഒരു അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചത്, ഏകദേശം നമ്മുടെ നാട്ടിൽ നിസ്ഫ് സാ എന്ന് പറയുമ്പം 1.5 കിലോ അരി, നമ്മുടെ നാട്ടിന്റെ ഭക്ഷണം 1.5 കിലോ അരി ഒരാൾക്ക് കൊടുക്കാം. 1.5 കിലോ അരി, ഒരു നോമ്പിന് 1.5 കിലോ അരി. അങ്ങനെ 30 നോമ്പിന് ഇങ്ങ് വെച്ച് കൂട്ടിയാൽ മതി. എത്രയാകുമോ അത്രയും അരി ഇയാൾക്ക് കൊടുക്കാം. ആ കൊടുക്കേണ്ടത് എങ്ങനെ? ഈ പറയുന്നത് പോലെ എല്ലാം ഒന്നിച്ച് ഒരു വ്യക്തിക്ക് കൊടുക്കാം, എല്ലാം ഒന്നിച്ച് വ്യത്യസ്ത വ്യക്തികൾക്ക് കൊടുക്കാം, അതല്ല ഓരോ ദിവസം കൊടുക്കുന്നു, അങ്ങനെയും കൊടുക്കാം. എല്ലാം ജായിസാണ്.